ഫെഡ് റിസർവിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഔട്ട്കം വരുന്നതിന് മുന്നോടിയായി ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും കഴിഞ്ഞ ദിവസം സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. ഇന്ത്യൻ ഇൻഡെക്സ് 1.35% ഇടിഞ്ഞ് 24,336 ക്ലോസിംഗ് നൽകി. PSU ബാങ്ക്, മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, ഓട്ടോ തുടങ്ങിയ സെക്ടറുകളിലായിരുന്നു സെല്ലിംഗ് പ്രഷർ ഏറ്റവും അധികം കാണാൻ സാധിച്ചത്. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.65%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.52% ഇടിഞ്ഞു. കഴിഞ്ഞ ദിവസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 6,400 കോടി രൂപയുടെ സെല്ലിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തി. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2,706 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് എഡിൽവെയ്സ് ഫിനാൻഷ്യൽ സർവീസ്. എഡിൽവെയ്സ് ഗ്രൂപ്പിലെ കമ്പനികളായ ECL ഫിനാൻസ്, എഡിൽവെയ്സ് അസറ്റ് റീകൺസ്ട്രക്ഷൻ തുടങ്ങിയ കമ്പനികൾക്ക് മുകളിലുള്ള ബിസിനസ് റെസ്ട്രിക്ഷൻ RBI നീക്കിയതിനെ തുടർന്ന് ഇന്ന് എഡിൽവെയ്സ് ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. എഡിൽവെയ്സ് ഗ്രൂപ്പ് ഏർപ്പെടുത്തിയ റെമഡിയൽ ആക്ഷനിൽ RBI സംതൃപ്തി പ്രകടിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് എഡിൽവെയ്സ് ഫിനാൻഷ്യൽ ഗ്രൂപ്പിന് മുകളിലുള്ള ബിസിനസ് റെസ്ട്രിക്ഷൻസ് നീക്കിയത്. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. അംബുജ സിമെന്റ് റീസെൻ്റ്ലി സാങ്കി ഇൻഡസ്ട്രീസ്, പെന്ന സിമെന്റ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനികളെ അക്വയർ ചെയ്തിരുന്നു. ഈ അക്വിസിഷന് ശേഷം ഈ രണ്ട് കമ്പനികളെയും അംബുജ സിമെന്റിൽ മെർജ് ചെയ്യുന്നതിന് അംബുജ സിമെന്റിന്റെ ബോർഡ് അപ്രൂവൽ നൽകി. ഇതുവഴി സാങ്കി ഇൻഡസ്ട്രീസിന്റെ ഓരോ 100 ഷെയറുകൾ ഹോൾഡ് ചെയ്തവർക്ക് 12 അംബുജ സിമെന്റിന്റെ ഷെയറുകളും, പെന്ന ഇൻഡസ്ട്രീസിന്റെ ഷെയറുകൾ ഹോൾഡ് ചെയ്തവർക്ക് 321 രൂപ 50 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ തുകയുമായിരിക്കും ലഭിക്കുക. പിരാമൽ എന്റർപ്രൈസസ് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴി ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. ഗ്ലോബൽ എന്റർപ്രൈസസുകൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഡെലിവറി മികവുറ്റതാക്കുന്നതിന് വേണ്ടി സൊനാറ്റ സോഫ്റ്റ്വെയർ എന്ന കമ്പനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഇന്റൽ QA എന്നൊരു പുതിയ സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. എക്സൈഡ് ഇൻഡസ്ട്രീസ് അതിൻ്റെ സബ്സിഡറി കമ്പനിയായ എക്സൈഡ് എനർജി സൊല്യൂഷനിൽ റൈറ്റ് ബേസിസിൽ 100 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഇതുവഴി എക്സൈഡ് എനർജി സൊല്യൂഷനിൽ ഇതുവരെ എക്സൈഡ് ഇൻഡസ്ട്രീസ് നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് 3,152 കോടി രൂപ കഴിഞ്ഞു. ആൽക്കം ലബോറട്ടറീസും എൻസൈൻ ബയോസയൻസ് എന്ന കമ്പനിയും സൺഷ്യൂർ സോളാർ പാർക്കുമായി ചേർന്ന് ഷെയർ സബ്സ്ക്രിപ്ഷൻ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. വിയടെക് വബാഗുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, സൗദി അറേബ്യയിൽ നിന്നും വിയടെക് വബാഗ് എന്ന കമ്പനിക്ക് സീ വാട്ടർ ഡീസാലിനേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്ലാന്റ് നിർമ്മിക്കാനുള്ള ഓർഡർ സെപ്റ്റംബറിൽ ലഭിച്ചിരുന്നു. ഈ ഓർഡർ അല്ലെങ്കിൽ ഈ ഡീൽ ക്യാൻസലായി എന്നുള്ള നെഗറ്റീവ് ന്യൂസാണ് വിയടെക് വബാഗിലുള്ളത്. പാക്ക് ഡ്യൂറബിൾ എന്ന കമ്പനി കളക്ടർ ഗാഡ്ജറ്റ്സ് എന്ന കമ്പനിയുമായി ചേർന്ന് എയർ കണ്ടീഷൻ മാനുഫാക്ചറിങ്ങിന് വേണ്ടി പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കൂടാതെ അരബിന്ദോ ഫാർമയുടെ തെലങ്കാനയിലെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ നടന്ന US FDA ഇൻസ്പെക്ഷനിൽ 2 ഒബ്സർവേഷൻ റിപ്പോർട്ട് ചെയ്തതായിട്ടും അപ്ഡേറ്റ് ഉണ്ട്. ജിൻഡാൽസ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. റിന്യൂ ഗ്രീൻ എനർജി സൊല്യൂഷൻ എന്ന കമ്പനിയുടെ 31% സ്റ്റേക്ക് അക്വയർ ചെയ്യുന്നതിന് വേണ്ടി ജിൻഡാൽസ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. മിൻഡ കോർപ്പ് എന്ന കമ്പനി തൈവാനിലെ പ്രമുഖ ഓട്ടോ കമ്പോണന്റ് മാനുഫാക്ചർ കമ്പനിയുമായി ചേർന്ന് ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനി രൂപീകരിച്ചു. മുക്ക പ്രോട്ടീൻ എന്ന കമ്പനി MFSI ബാംഗ്ലൂരിൻ്റെ 11 കോടി രൂപയുടെ ബിസിനസ് ഡീഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുയോഗ് ടെലിമാറ്റിക്സ് എന്ന കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചു. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗിൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴിയുള്ള ഫണ്ട് റൈസിങ്ങിനായിരിക്കും കമ്പനി പ്രാധാന്യം കൊടുക്കുക. സൺ നെറ്റ്വർക്ക്, സൗത്ത് ഏഷ്യ FM തുടങ്ങിയ കമ്പനികളെ മെർജ് ചെയ്യുന്നതിന് വേണ്ടി NCLTയുടെ സൈഡിൽ നിന്നും സൺ TV നെറ്റ്വർക്കിന് അപ്രൂവൽ ലഭിച്ചു. അലംബിക് ഫാർമ എന്ന കമ്പനി $10 മില്യൺ ബാങ്ക് ഗ്യാരണ്ടി റൈസ് ചെയ്യുന്നതിന് വേണ്ടി HSBC ബാങ്കിനെ സമീപിച്ചിട്ടുണ്ട്. ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഈ കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ ബിർള എസ്റ്റേറ്റ് മഹാരാഷ്ട്രയിൽ 70 ഏക്കർ ലാൻഡ് 104 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. പോണ്ടി ഓക്സൈഡ് ആൻഡ് കെമിക്കൽ എന്ന കമ്പനിയുടെ QIP ആരംഭിച്ചിട്ടുണ്ട്. 902 രൂപ പെർ ഷെയർ എന്ന ഡിസ്കൗണ്ട് പ്രൈസിലായിരിക്കും പോണ്ടി ഓക്സൈഡ് ആൻഡ് കെമിക്കൽ എന്ന കമ്പനിയുടെ ഷെയറുകൾ ലഭ്യമാവുക. സ്റ്റാർ സിമെന്റ് എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ 1,30,000 ഷെയറുകൾ ഡിസംബർ 12 ഓഫ്ലോഡ് ചെയ്തു. ഇന്ത്യ സിമെന്റ് എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ ഏകദേശം 11 ലക്ഷം ഷെയറുകൾ പ്ലഡ്ജിൽ വെച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്